അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളും വിശകലനങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. എട്ടാമത് അബുദാബി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒക്ടോബർ 23-ന് അബുദാബിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എട്ടാമത് അബുദാബി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒക്ടോബർ 23-ന് തുടക്കമാവും. 10 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ അറബ് മേഖലയിൽ നിന്നടക്കമുള്ള നിരവധി അന്താരാഷ്ട്ര ശ്രദ്ധേയമായ സിനിമകൾ പ്രദർശിപ്പിക്കും. സ്വദേശി സംവിധായകനായ അലി മുസ്തഫ സംവിധാനം ചെയ്ത ഫ്രം എ ടു ബി എന്ന ചിത്രത്തോടെയാണ് ചലച്ചിത്രോത്സവത്തിന് തുടക്കമാവുക എന്ന് പ്രദർശനവേദിയായ അബുദാബി എമിറേറ്റ്സ് പാലസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. പല വിഭാഗങ്ങളിലായി 100-ലധികം സിനിമകൾ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കും. ആദിത്യ വിക്രം സെൻഗുപ്ത സംവിധാനം ചെയ്ത ലേബർ ഓഫ് ലവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മേളയിൽ പ്രദർശിപ്പിക്കും. ഏറ്റവും മികച്ച സിനിമയ്ക്ക് $1,00,000 സമ്മാനമായി നൽകും. അറബ് സിനിമാ രംഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് 2007 മുതലാണ് അബുദാബി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിച്ചത്. അറബ് സിനിമയിലെ ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ മേളയിലൂടെ ലോക സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് മേളയുടെ ഡയറക്ടർ അലി അൽ ജാബരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രാദേശികമായി നിർമ്മിക്കപ്പെട്ട സിനിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചത് അറബ് സിനിമാ ലോകത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് എന്നും അലി അൽ ജാബരി വ്യക്തമാക്കി. വാൾട്ട് ഡിസ്നിയുടെ ആനിമേഷൻ ചിത്രമായ ബിഗ് ഹീറോ 6 എന്ന ചിത്രമായിരിക്കും മേളയുടെ അവസാനം പ്രദർശിപ്പിക്കുക. അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച ഓണാഘോഷവും ഓണസദ്യയും വൻപിച്ച ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിന്റെ നാടൻ കലകളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കിയ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. കുമ്മാട്ടി, പുലിക്കളി, കാളകളി, ഉറിയടി, കവുങ്ങുകയറ്റം, കോമരം തുള്ളൽ, ഘോഷയാത്ര, മാവേലി എഴുന്നള്ളത്ത്, കൈകൊട്ടിക്കളി, വഞ്ചിപ്പാട്ട്, തുമ്പിതുള്ളൽ, ഓണപ്പാട്ടുകൾ എന്നിവയെല്ലാം ചേർന്ന് വ്യത്യസ്തമായ രീതിയിലൊരുക്കിയ ആഘോഷം പ്രവാസികൾക്ക് വേറിട്ട അനുഭവമായി മാറി. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് MU വാസു, ജനറൽ സെക്രട്ടറി സഫറുള്ള പാലപ്പെട്ടി, ഓഡിറ്റർ സുരേഷ് പാടൂർ, വനിതാ വിഭാഗം പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓണസദ്യക്കെത്തിയ അതിഥികളെ സ്വീകരിച്ചു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലെ സദ്യയ്ക്ക് 10 വർഷമായി നേതൃത്വം കൊടുക്കുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയായിരുന്നു ഓണസദ്യയുടെ മേൽനോട്ടക്കാരൻ. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പാചകത്തിനായി എത്തിയിട്ടുണ്ടെങ്കിലും അബുദാബിയിൽ ആദ്യമായിട്ടാണ് എത്തിയതെന്നും തീർത്തും ഹൃദ്യമായ സ്വീകരണമായിരുന്നു അബുദാബി മലയാളികൾ തനിക്ക് നൽകിയത് എന്നും പഴയിടം മോഹനൻ നമ്പൂതിരി അമൃത ന്യൂസിനോട് പറഞ്ഞു. അബുദാബിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. UAE മറ്റ് ഷാർജയിൽ അല്ലെങ്കിൽ ദുബായിലൊക്കെ ധാരാളം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ സംഘാടകരൊക്കെ വളരെ കോപ്പറേറ്റീവായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ വർഷത്തെ ഇവിടുത്തെ ഓണാഘോഷം വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും അംഗങ്ങളും അതിഥികളും അടക്കം ഓണസദ്യയ്ക്കായി 2500-ലേറെ പേർ എത്തിയിരുന്നു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി KFCയിലെത്തിയ ഒട്ടനവധി പേർ പ്രതികൂല കാലാവസ്ഥയിലും ദീർഘനേരം കാത്തുനിന്നിട്ടാണ് ഓണസദ്യയിൽ പങ്കുകൊണ്ടത്. അബുദാബി മാർത്തോമ പള്ളിയിൽ 43-ാം ഇടവക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുസഫയിലെ മാർത്തോമ ദേവാലയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ചെന്നൈ ഭദ്രാസനാധിപൻ ഐസക് മാർ ഫീലക്സനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസനത്തിലെ മികച്ച ഇടവകയ്ക്കുള്ള പുരസ്കാരം അബുദാബി മാർത്തോമ ഇടവകയ്ക്ക് സമ്മാനിച്ചു. തുടർച്ചയായി 3-ാം വർഷമാണ് ഈ പുരസ്കാരം അബുദാബി ഇടവക കരസ്ഥമാക്കുന്നത്. മുതിർന്ന ക്ലാസുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ ഇടവക അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് ഐസക് മാർ ഫീലക്സനോസ് എപ്പിസ്കോപ്പ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ നമ്രത കുമാർ, ഇതര ക്രൈസ്തവ സഭാ വൈദികർ, ഇടവക വികാരി റവറന്റ് പ്രകാശ് എബ്രഹാം, സഹവികാരി റവറന്റ് ഐസക് മാത്യു, ട്രസ്റ്റിമാരായ KV ജോസഫ്, ബിജു ടി മാത്യു, വൈസ് പ്രസിഡന്റ് MC വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ബിജു പാപ്പച്ചൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ CH മുഹമ്മദ് കോയ അനുസ്മരണം KMCCയുടെ നേതൃത്വത്തിൽ അബുദാബി ഇസ്ലാമിക് സെന്ററിൽ നടന്നു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ KMCC സംഘടിപ്പിച്ച CH അനുസ്മരണ സമ്മേളനം സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. KMCC പ്രസിഡന്റ് MK മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് CH മുഹമ്മദ് കോയയുടെ അനുഭവങ്ങളും നിയമസഭാ പ്രസംഗങ്ങളുമടക്കം പ്രസിദ്ധീകരിച്ച
പുസ്തകങ്ങളുടെ പ്രകാശനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. MK പ്രേമചന്ദ്രൻ MP CH അനുസ്മരണ പ്രഭാഷണം നടത്തി. 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ജനമനസ്സുകളിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് CH മുഹമ്മദ് കോയ. അത് തെളിയിക്കുന്നതാണ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സ് എന്നും തികഞ്ഞ ഇസ്ലാമിക ചിന്തകളുമായി ജീവിച്ച CHന് ഒരിക്കലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും പകയോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല എന്നും CH അനുസ്മരണ പ്രഭാഷണം ചെയ്തുകൊണ്ട് MK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലെ അംഗങ്ങൾക്ക് നൽകിവരുന്ന ബെനിഫിറ്റ് സ്കീം പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനവും നടന്നു. ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് P. ബാവ ഹാജി, സുന്നി സെന്റർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹിമാൻ ഒളവട്ടൂർ, KMCC കേന്ദ്ര കമ്മിറ്റി ട്രഷറർ U. അബ്ദുള്ള ഫാറൂഖി, എവർസേഫ് MD സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. KMCC ജനറൽ സെക്രട്ടറി നസീർ B. മാട്ടൂൽ സ്വാഗതവും ട്രഷറർ സമീർ നന്ദിയും പറഞ്ഞു. അബുദാബി ബ്ലഡ് ബാങ്കും എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാഡമിയും ചേർന്ന് നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ ഏറെ ശ്രദ്ധേയമായി. അബുദാബി ബ്ലഡ് ബാങ്കും ഇഫിയയും ചേർന്ന് സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ ഇഫിയ സ്കൂളിൽ നടന്നു. അബുദാബി ബ്ലഡ് ബാങ്കിലെ ഡോക്ടർ അഹമ്മദ് ക്യാമ്പയിന് നേതൃത്വം നൽകി. ചെയർമാൻ ഡോക്ടർ ഫ്രാൻസിസ് ക്ലീറ്റസ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിംഗ് സ്റ്റാഫ്, രക്ഷകർത്താക്കൾ, പൊതുജനങ്ങൾ എന്നിവരുടെ പങ്കാളിത്തം കൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ശ്രദ്ധേയമായി. അബുദാബി മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച ഡെസ്റ്റിനി ക്ലബിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഷബീർ നെല്ലിക്കോട് നിർവഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കുട്ടികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായ ദിശാബോധം നൽകുവാനും അതിലൂടെ സാമൂഹിക ജീവകാരുണ്യ മനോഭാവം വളർത്തുകയും വേണമെന്ന ഉദ്ദേശത്തോടെ അബുദാബി മുസഫയിലെ മോഡൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഡെസ്റ്റിനി ക്ലബിന്റെ ഉദ്ഘാടനം യൂണിവേഴ്സൽ ആശുപത്രി MD ഡോക്ടർ ഷബീർ നെല്ലിക്കോട് നിർവഹിച്ചു. സാമൂഹിക പ്രവർത്തകനായ MK അബ്ദുള്ള, മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ VV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. TD റസൽ, ആഷിഖ് താജുദ്ദീൻ, സലീം സുലൈമാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. മുസഫ ബനിയ സ്പൈ ഗ്രൂപ്പ് സൗജന്യ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അബുദാബി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ടാണ് ബനിയാസ് സ്പൈക്ക് ഗ്രൂപ്പിലെ 100ഓളം ജീവനക്കാർ രക്തം ദാനം ചെയ്ത് തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിച്ചത്. അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ ഡോക്ടർ മരീനയുടെ നേതൃത്വത്തിലുള്ള പാരാമെഡിക്കൽ സംഘമാണ് രക്തദാന ക്യാമ്പിന് സഹായ സഹകരണങ്ങൾ നൽകിയത്. ബനിയാസ് സ്പൈക്ക് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ സാമൂഹിക പ്രതിബദ്ധതയെ പ്രശംസിക്കുകയും ഇതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികൾ മാനവരാശിക്ക് തന്നെ മാതൃകയാവട്ടെ എന്നും ഡോക്ടർ മരീന പറഞ്ഞു. So it reduces their blood pressure, it helps them to rejuvenate their blood cells and stimulate their bone marrow. So basically it is healthy for them to donate blood. Many times we get people who have high hemoglobin levels due to smoking, due to other reasons. So it is very useful and beneficial for them to come and donate blood. ഈ രക്തദാനം ഒരു തുടക്കം മാത്രമാണെന്നും ഇനിയും രക്തദാന ക്യാമ്പുകൾ അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. അബുദാബിയിലെ ഓണാഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വർഷങ്ങളായി വിവിധ ഓണാഘോഷങ്ങളിൽ മഹാബലിയായി വേഷമിട്ട് ശ്രദ്ധേയനായ ഗോപകുമാർ ഗോപിയാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസിൽ. ഇത് ഗോപകുമാർ ഗോപി, തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര സ്വദേശി. 38 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഗോപകുമാർ ഗോപിയെ ക്യാപിറ്റൽ ക്യാൻവാസ് കാണുമ്പോൾ അദ്ദേഹത്തിന് മാവേലി മന്നന്റെ രൂപഭാവങ്ങളായിരുന്നു. UAEയിലെ 7 എമിറേറ്റുകളിലെയും ഓണാഘോഷങ്ങളിൽ മാവേലി തമ്പുരാന്റെ വേഷത്തിൽ ഗോപകുമാർ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നിറപ്പകിട്ടാർന്ന വേഷഭൂഷാദികളോടെ ഇദ്ദേഹം കടന്നുവരുമ്പോൾ കാഴ്ചക്കാർ അല്പനേരം ഒന്നമ്പരന്ന് നിൽക്കും. നമ്മുടെ മനസ്സുകളിൽ കുടിയേറിക്കഴിഞ്ഞ മഹാബലി രൂപവുമായി ഗോപകുമാറിനുള്ള സാമ്യം അത്രയധികമാണ്. അസുരചക്രവർത്തിയായ മഹാബലിയെ ശിവകാശി കലണ്ടർ മുതൽ ആധുനിക ഡിജിറ്റൽ ഫോർമാറ്റിൽ വരെ നാം കണ്ടുവരുന്ന രൂപഭാവങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതിൽ ഗോപകുമാറിന്റെ ശരീരഘടന അദ്ദേഹത്തെ ഏറെ സഹായിക്കുന്നു.
മാവേലിയായിട്ട് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോത്സാഹനം വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരത് ആസ്വദിക്കുന്നുണ്ട്. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഗോപകുമാർ പ്രച്ഛന്നവേഷ മത്സരങ്ങളിലും നാടകമടക്കം വിവിധ കലാപരിപാടികളിലും സജീവമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിലേക്ക് വന്നതോടെ തന്റെ കലാപ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി തിരശീല വീഴുകയായിരുന്നു എന്ന് ഗോപകുമാർ പറയുന്നു. സാംസ്കാരിക രംഗത്ത് ഒരു സംഘാടകനായി ഒതുങ്ങിക്കൂടിയപ്പോൾ വളരെ യാദൃച്ഛികമായി വിദ്യാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷത്തിൽ മാവേലി വേഷം അണിയേണ്ടി വന്നു. അതോടെ ഗോപകുമാറിൽ ഉറങ്ങിക്കിടന്ന കലാകാരൻ വീണ്ടും സജീവമാവുകയായിരുന്നു. 2002 ആദ്യമായിട്ട് മാവേലി വേഷം ഞാൻ ചെയ്യുന്നത്. അതിന് നിമിത്തമായത് വിദ്യാ ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അന്ന് തുടക്കകാലത്ത് വേഷമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നെ വളരെ സഹായിച്ചത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് സുമിത ശിശുപാലൻ. അവരുടെ ആയിരുന്നു വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം. അന്ന് മുതൽ ഇന്ന് വരെ 100 സ്റ്റേജ് കഴിഞ്ഞു. മിക്കവാറുമുള്ള സംഘടനകൾക്ക് ഞാനാണ് മാവേലിയായിട്ട് പോകുന്നത്. കഴിഞ്ഞ 12 വർഷമായി UAE-യിലെ ഓണാഘോഷങ്ങളിൽ ഗോപകുമാറിന്റെ മാവേലി വേഷം ഒഴിച്ചുകൂടാനാവാത്തതായി മാറിക്കഴിഞ്ഞു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത മാവേലി വേഷമായിരുന്നു അന്ന് ചെയ്തത് എങ്കിൽ ഇപ്പോൾ ഗോപകുമാറിന്റെ മാവേലി ലക്ഷണമൊത്തു വന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഈ വേഷപ്പകർച്ച ഗോപകുമാറിന് ഒരു തപസ്യയാണ്. ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് വേഷവിധാനങ്ങളും ആഭരണങ്ങളും കുടയും കിരീടവുമെല്ലാം. ഇതിട്ട് കഴിയുമ്പോൾ, കിരീടം വെച്ച് കഴിയുമ്പോൾ അവിടെ ഗോപകുമാർ ഗോപിയല്ല, മഹാബലി തമ്പുരാൻ തന്നെയാണ്. ആ ഒരിത് എനിക്ക് ദൈവമായിട്ട് തന്ന ഒരിതായിരിക്കാം. അപ്പോൾ അത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്, വളരെയേറെ ആസ്വദിക്കുന്നുണ്ട്. അബുദാബി മലയാളി സമാജത്തിൽ സംഘടിപ്പിച്ച ഓണവിരുന്ന് എന്ന ആഘോഷ പരിപാടിയിൽ മാവേലി മന്നൻ മത്സരത്തിൽ ഗോപകുമാറിന്റെ മാവേലി 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ 15 വർഷമായി അബുദാബിയിൽ സ്വന്തമായി ബിസിനസ് ചെയ്തു വരുന്ന ഗോപകുമാർ ഇവിടെ അംഗീകൃത സംഘടനകളായ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ, അബുദാബി മലയാളി സമാജം എന്നിവയിലും തിരുവനന്തപുരം ജില്ലക്കാരുടെ നിരവധി പ്രവാസി കൂട്ടായ്മകളിലും അംഗമാണ്. ഗൾഫിലെ ഓണാഘോഷങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നതിനാൽ എല്ലാ വാരാന്ത്യങ്ങളിലും വിവിധ കൂട്ടായ്മകളിലായി ഗോപകുമാറിന്റെ മാവേലിയുടെ സാന്നിധ്യവും ഉണ്ടാവും. ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എവർസേഫ് MD സജീവൻ ക്യാപിറ്റൽ ടിപ്സിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് ഒരു ഫയർ വന്നാൽ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ എങ്ങനെ അതിനെ അണയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ ഒരു ഫയർ ഉണ്ടായാൽ അത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഈ എക്യുപ്മെൻറ്റുകളൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഫയർ അലാറം കൺട്രോൾ പാനൽ, ഇത് സ്മോക്ക് ഡിറ്റക്ടർ, ഇത് ബ്രേക്ക് ഗ്ലാസ്, ഇത് ഫയർ അലാറം ബെൽ. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ പാനൽ. ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ സ്മോക്ക് ഡിറ്റക്ടറിലൂടെ അതിൻ്റെ ഇൻഫോർമേഷൻ കൺട്രോൾ പാനലിൽ ചെന്നതിന് ശേഷം കൺട്രോൾ പാനലിൽ നിന്നും അത് ബെല്ലിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ഫയർ ഉണ്ടാകുമ്പോൾ ഈ സ്മോക്ക് ഡിറ്റക്ടറിലുള്ള അതിൻ്റെ പ്രഹരം വന്ന് ബെല്ലടിച്ച് നമുക്ക് ഇൻഫോർമേഷൻ തരുന്നു. ഫയർ അലാറം ബെല്ല് വന്നു കഴിയുമ്പോൾ നമ്മളതിൻ്റെ
മുൻകരുതൽ എന്നോണം ഒന്നില്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്റ്റെയർ കേസ് വഴി താഴേക്കിറങ്ങാനുള്ള പരിപാടികൾ നോക്കണം. ഇത് ഫയർ ബ്ലാങ്കറ്റ്. ഇത് ഫയറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് തന്നെയാണ്. ഇത് എല്ലാ ബിൽഡിങ്ങുകളിലും എല്ലാ കിച്ചണുകളിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ UAE ലോ പ്രകാരം എല്ലാ കിച്ചണുകളിലും ഈ ഫയർ ബ്ലാങ്കറ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ ഇൻസിഡൻസ്, അതുപോലെ തന്നെ കുക്കിംഗ് ബർണറിൽ നിന്നുള്ള ഫയറിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത്. ഈ ഫയർ ബ്ലാങ്കറ്റ് എന്തെങ്കിലും ഫയർ ഉണ്ടായാൽ ഉടനെ തന്നെ ഇത് ഇതിൻ്റെ 2 ക്ലിപ്പുണ്ട്, അത് ഊരിയാൽ നമുക്ക് ഈ ഫയർ ബ്ലാങ്കറ്റ് പുറത്തേക്ക് വരും. അത് ബർണറിലാണെങ്കിൽ ഈ ഫയർ ബ്ലാങ്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൂടിയാൽ പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് തന്നെ ഫയർ നമുക്ക് കെടുത്താൻ പറ്റും. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പ്രിംഗ്ലർ സിസ്റ്റമാണ്. ഇതാണ് ഫയർ സ്പ്രിംഗ്ലർ. ഇപ്പോൾ ഏകദേശം 100% ബിൽഡിങ്ങുകളിലും സ്പ്രിംഗ്ലർ സിസ്റ്റമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ സീലിങ്ങിൽ നോക്കിയാൽ കാണാം ഇത്തരം ഒരു സ്പ്രിംഗ്ലർ. ഇത് ഫയർ പമ്പിലേക്ക് GI പൈപ്പ് വഴി കണക്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ 24 അവേഴ്സും വെള്ളം ഉണ്ടായിരിക്കും. 68 ഡിഗ്രിയിൽ കൂടുതൽ ചൂടുള്ള ഒരു ഫയർ വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഗ്ലാസ് പൊട്ടി അതിൽ നിന്നും വെള്ളം സ്പ്രേ ആവും. ഏകദേശം 1 മീറ്ററിൽ സ്ക്വയറിൽ 3 സ്പ്രിംഗ്ലർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം നല്ലൊരു ചെറിയ ഫയർ വന്നാലും അത്യാവശ്യം ഇത് ഓപ്പറേറ്റ് ആയാൽ ആ ഫയറിനെ നമുക്ക് കില്ല് ചെയ്യാം. ഇത് LPG സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഡിറ്റക്ടറാണ്. ഒരു ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫയർ കിച്ചണിലുണ്ടായാൽ ഉടനെ നമ്മളെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റമാണിത്. ഇത് മാത്രം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ LPG സിസ്റ്റത്തിൽ നിന്നോ ബർണറിൽ നിന്നോ ഒരു ഗ്യാസ് ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യും. അതിനുള്ളതാണ് LPG ഗ്യാസിൻ്റെ ഈ ഡിറ്റക്ടർ. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ആധുനിക ലോകത്താണ്. എല്ലാ സൗകര്യങ്ങളും ഒരു കൊടക്കീഴിൽ കിട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് എസ്പെഷ്യലി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് സേഫ്റ്റിക്കാണ്. സുരക്ഷിതത്വമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം. അതിന് വരുന്ന എല്ലാ ഉപകരണങ്ങളും ഇന്ന് ലോകത്ത് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് എല്ലാ ഫ്ലാറ്റുകളിലും എല്ലാ ബിൽഡിങ്ങുകളിലും എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാരും ഗവൺമെൻറ്റും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ അത്തരം സേഫ്റ്റി എക്യുപ്മെൻ്റ് എല്ലാം നമ്മുടെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ ബിൽഡിങ്ങിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഫാബ്രിക് മ്യൂറൽ പെയിൻറ്റിങ്ങിലെ പ്രശസ്തനായ ഹരിഹരൻ എന്ന കലാകാരനാണ് ഇന്ന് ക്യാപിറ്റൽ ലൈഫിലെ വർണ്ണക്കാഴ്ചകളിലെത്തുന്നത്. ഇന്ന് ക്യാപിറ്റൽ ലൈഫിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫാബ്രിക് മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. 17-18 നൂറ്റാണ്ടുകളിൽ അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലെയും ചുമരുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കല ഇന്ന് ചലിക്കുന്ന ചിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മെ പരിചയപ്പെടുത്താൻ നമ്മോടൊപ്പമുള്ളത് ഹരിഹരൻ സ്വസ്തിക്കാണ്. സ്വാഗതം ഹരി. അപ്പം ഹരി, മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഒരുപാട് നാളായോ? മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഇപ്പോൾ 14 വർഷത്തോളം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് കാണിച്ചു തരുന്നത്? മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ പ്രത്യേക ചെറിയൊരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയല്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറ്റിങ് ഒരു ഫേസ് നമ്മളിപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കും. ഓക്കെ, ഫൈൻ. അപ്പം ഹരി, പിക്ചേഴ്സൊക്കെ എങ്ങനെയാണ്? എവിടെയെങ്കിലും നോക്കി വരയ്ക്കുന്നതാണോ അതോ സ്വന്തം ഇമാജിനേഷനാണോ? എങ്ങനെയാണ് ചെയ്യുന്നത് പിക്ചേഴ്സ്? ഇല്ല, എല്ലാ പെയിൻറ്റിങ്ങും ഇമാജിനേഷനാണ്. ആൾക്കാർ പറയുന്ന ഓർഡർ സബ്ജക്റ്റിനനുസരിച്ച് നമ്മളപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്വന്തം ഡിസൈൻസാണ്. അപ്പം നമ്മൾ ആദ്യ സ്റ്റേജ് കഴിഞ്ഞു. ആദ്യം നമ്മൾ ഫാബ്രിക്കിൽ ഒരു പെൻസിൽ യൂസ് ചെയ്ത് നമ്മുടെ ഏത് പടമാണോ വരയ്ക്കേണ്ടത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ പോലെ റെഡ് ഔട്ട്ലൈൻ ചെയ്യും അല്ലേ? അതിന് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് റെഡ് ഔട്ട്ലൈനും. യൂസ് ചെയ്യുന്നത് ഇത് 17-18 നൂറ്റാണ്ടുകളിലൊക്കെ സജീവമായിട്ട് നിന്നിരുന്നൊരു കലയാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവർ ഇത് ചെയ്തിരുന്നത്? ഈ കളേഴ്സൊക്കെ
എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്? പഴയ കാലത്ത് പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ അവൈലബിളായ നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അന്ന് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യെല്ലോ, അത് റെഡ് കളറൊക്കെ ആണെങ്കിൽ അത് ആ സമയത്തുള്ള വെട്ടുകല്ലുകളിൽ നിന്ന്, പച്ചയ്ക്കും നീലൊക്കെയാണെങ്കിൽ പച്ചയ്ക്കാണെങ്കിൽ ഇപ്പോൾ നീലമരുവന ചെടിയുടെ ചാറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലൂവിന് കട്ടനീലം. അപ്പം നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി. ഇനി എന്താണ് ഇതിൻ്റെ അടുത്ത സ്റ്റേജ്? എങ്ങനെയാണ് ആര്? അടുത്തായി നമ്മളിതിൻ്റെ മുകളിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്യാണ്. യെല്ലോ ആണ് ഇതിൻ്റെ ഒരു ബേസ് കോട്ട് വരുന്നത്. ഓർണമെൻറ്റ്സ് വേണ്ട ഭാഗങ്ങളിലും ഫേസിന് ഒക്കെ നമ്മൾ യെല്ലോ കളർ അപ്ലൈ ചെയ്യും. ആര് ഇവിടെ ചെയ്തിട്ടുള്ള മേജർ വർക്ക്സ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സെൻറ്ററിൽ ഫാൽക്കൺ ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റൈലിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസിന് വേണ്ടിയിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ വില്ലകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബേസ് ഔട്ട്ലൈൻ കൊടുത്ത്, റെഡ് ഔട്ട്ലൈൻ കൊടുത്ത് ഒന്നും കൂടി ഇത്തിരി ഡാർക്ക് ആക്കും അല്ലേ? ആ സ്കെച്ചിന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലുകൾ വരച്ച് ചേർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ഫിനിഷായി. ഇനി എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ്? എങ്ങനെയാണ് അടുത്ത ഇതിൻ്റെ ഫേസ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സിബിഷൻസ് നടത്താറുണ്ടോ ഇവിടെ? കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എക്സിബിഷനുകൾ ചെയ്തു. ഈ വർഷം നമ്മൾ ഗ്ലോബൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസിനെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്ത ഒരു രചന എക്സിബിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ. ഇതിൽ നമ്മൾ ഗ്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഇത് ചെവിപ്പൂവാണ്. ഈ ചെവിപ്പൂ വേണ്ട ഭാഗങ്ങൾ ഗ്രീൻ ചെയ്യുക. ഇതിൻ്റെ അതുപോലെ ഇതിനകത്തൊക്കെ സ്റ്റോൺ വർക്ക് പോലെ ഗ്രീൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. നമ്മൾ ആദ്യം കാണുന്ന ഡ്രോയിങ്സ് അതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്ത് ചിത്രത്തിൽ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തും. ഇതിനെ മഷി എഴുത്ത് എന്നാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പറയാറ്. സാധാരണ ചിത്രം വരച്ച് ഏറ്റവും അവസാനമാണ് കണ്ണിന് കൃഷ്ണമണിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാറ്. അതിനെ നമ്മൾ നേത്രോന്മീലനം എന്ന് പറയും. കണ്ണ് തുറപ്പിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യാപിറ്റൽ ലൈഫിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയാർന്ന കാഴ്ചകളുമായി വീണ്ടും കാണാം. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം agin@amruthatv.com. നന്ദി, നമസ്കാരം.